യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരു ദിവസം കൂടി നമുക്കൊരുമിച്ച് കാണുവാനും മണ്ണുകൊണ്ടുള്ള ഈ ശരീരത്തിലായിരുന്നുകൊണ്ട് പരസ്പരം വചനം പഠിക്കുവാനും ദൈവം സഹായിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഒന്നാമത്തെ ദിവസം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത്തെ എപ്പിസോഡിൽ 8-ാം വാക്യം മുതൽ ഏകദേശം 2-ാം അധ്യായം 13-ാം വാക്യം വരെ നമ്മൾ ചിന്തിച്ചു. പെന്തക്കോസ്ത് നാളിനെ പറ്റി നമ്മൾ പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ പറ്റി, എന്താണ് ഡേ ഓഫ് പെന്തക്കോസ്ത്, എന്താണ് പെന്തക്കോസ്ത് നാൾ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്, അതിനെ വിശദീകരിക്കുന്ന വീഡിയോ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, പഠിക്കുക. ഹല്ലേലൂയ. അവിടെ വെച്ച് പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകിക്കൊണ്ട് അനേകം ഭാഷക്കാരെ ദൈവം ഒന്നിപ്പിക്കുന്നതായിട്ട് കാണാം. അനേകം ഭാഷയുള്ളവർ അവിടെ കടന്നു വരികയും പരിശുദ്ധ പെന്തക്കോസ്തു നാളിൽ അവരെല്ലാം അവിടെ വെച്ച് ഒന്നിച്ചു ചേരുകയും ചെയ്തു. അങ്ങനെ അവർ അന്യഭാഷകളിൽ സംസാരിച്ച കാര്യം എങ്ങനെല്ലാമാണ് അത് സംഭവിച്ചത് തുടങ്ങിയതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇനി എൻ്റെ ഒരു ചോദ്യമാണ്, ഭൂമിയിൽ ഈ അനേക ഭാഷകൾ എങ്ങനെ ഉണ്ടായി? അല്ലേ? ചോദ്യമല്ലേ? ബാബിലോൺ. അതന്നെ, ബൈബിൾ അറിയാമെന്നുള്ള ഒരാളുടെ വായന ഉത്തരം വന്നു ബാബിലോൺ എന്നുള്ള വാക്ക് കറക്റ്റാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? നമുക്ക് പറയാം. അപ്പോൾ ആദമിനെ ഹൗവയെ ദൈവം സൃഷ്ടിച്ചു. അവിടെ നിന്നാണ് മനുഷ്യരുടെ പരമ്പര ആരംഭിക്കുന്നത്, അല്ലേ? പക്ഷെ ഇടയ്ക്ക് വെച്ച് ഭൂമി ജലപ്രളയത്താൽ നശിച്ചു. ശരിയാണോ? ആരുടെ കാലത്തായിരുന്നു? നോഹയുടെ. ഇത് നമുക്കറിയാം, അല്ലേ? അന്ന് എത്ര പേരായിരുന്നു രക്ഷ പ്രാപിച്ചത്? 8. ആരൊക്കെ? നോഹ, നോഹയുടെ ഭാര്യ, 3 മക്കൾ, 3 മക്കളുടെ ഭാര്യമാർ, മൊത്തം 8 പേര്. ഇത്രയും പേരും പിന്നെ ദൈവം പറഞ്ഞതനുസരിച്ച് ജന്തുക്കളെയൊക്കെ നോഹ അതിനകത്ത് കയറ്റി, അല്ലേ? ഇത്രയും പേരാണ് രക്ഷ പ്രാപിച്ചത്, ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അവരെല്ലാം സംസാരിച്ചത് ഒരു ഭാഷയായിരിക്കില്ലേ? ആണല്ലോ. പിന്നെ ഇത്രയും ഭാഷ എങ്ങനെ ഉണ്ടായി? അത് നമ്മൾ ആദ്യം അറിയണം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇത്രയും ഭാഷ ഉണ്ടായി എന്ന് നമ്മൾ അറിയണം. ഒറ്റ ഭാഷയല്ലേ മനുഷ്യന് പാടുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അപ്പോൾ ഈ നോഹയുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നില്ല. ഉൽപ്പത്തി 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 6 എടുക്കാവോ? നമുക്ക് ബൈബിളിലുള്ളവരെല്ലാം എടുത്തു. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. നോഹയുടെ പിതാവിൻ്റെ പേരറിയാമോ നിങ്ങൾക്ക്? നോഹയുടെ പിതാവിൻ്റെ പേര് തേരക്കല്ല, അത് അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേരല്ലേ? നോഹയുടെ പിതാവിൻ്റെ പേര് ശമേലങ്ങൾ പറയും. ഓർമ്മയില്ലല്ലേ? ലാമെക്ക്. നോഹയുടെ പിതാവിൻ്റെ പേരെന്താണ്? ലാമെക്ക്. ലാമെക്കിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? മെതുശല. മെതുശലയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഹനോക്ക്. ബൈബിൾ പിടിച്ച് നടക്കുവാണ്. എല്ലാവരെയും അടുത്ത ആഴ്ച തൊട്ട് ഓടിച്ചുവിടാൻ സമയം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇത്രത്തോളം വയസ്സായി നമുക്ക് ബൈബിളിലുള്ള ഒന്നും അറിയത്തില്ല. ഇത്ര കാലം കൊണ്ട് ചർച്ചിനകത്ത് നമ്മൾ ഇരിക്കുമോ, അല്ലേ? ഇതൊന്നും അറിഞ്ഞിട്ടിപ്പോൾ എന്ത് ചെയ്യാനാണെന്നാണ്. ജനിച്ചത് മുതൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ പുസ്തകത്തിനകത്തുനിന്ന് ഇതെങ്കിലുമൊക്കെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ബൈബിളുമായിട്ട് നമ്മളിങ്ങനെ നടക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എഴുത്തും വായന അറിയാത്തവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരിക്കലും വായിക്കാൻ അറിയാമെന്നുള്ളവരോടാണ് എൻ്റെ ചോദ്യം. വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് ഓടിയ ബൈബിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ചേച്ചി? എനിക്ക് വേറെ ഒന്നുമില്ല, നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ മതി. ഇതെല്ലാം കാണാതെ ഓടിച്ച് പറയുന്നു വേണ്ട. നിങ്ങളെല്ലാവരും സ്വർഗത്തിലുണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ പറയണം അതിൻ്റെ മറുപടി, നിങ്ങൾ സ്വർഗത്തിൽ വന്നില്ലെങ്കിൽ. അതുകൊണ്ട് ഈ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. നമ്മളിന്ന് വായിച്ചു കേട്ട എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നില്ലേ? എന്താ പറയുന്നേ? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതല്ലേ? ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും
തുളച്ചു ചെല്ലാൻ കഴിവുള്ളത്, ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളത്, നമ്മുടെ അന്തരാത്മാവിനെ അറിയാൻ കഴിയുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വചനത്തിൽ വളർന്നാലല്ലേ ഇതെല്ലാം വരും. ഹല്ലേലൂയ. അതിനാ വചനം പഠിപ്പിക്കുന്നത്. ഇന്ന് ഒരിടത്തും ഇല്ലാത്തത് വചനമാണ്, ആർക്കും ഇഷ്ടമില്ലാത്തതും വചനമാണ്. പിശാചിനും ഇഷ്ടമില്ല, വചനം പറഞ്ഞു കൊടുക്കുന്നവരെ അവന് ഇഷ്ടമില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വചനം പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരായിട്ട് മാറുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവാണ്. ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോടു കൂടെ നടന്ന ഒരാളാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തോടു കൂടെ നടന്നു, സ്വർഗാദി സ്വർഗങ്ങളോളം എടുക്കപ്പെട്ടു. ദൈവം അവൻ്റെ കൂടെ നടന്നതുകൊണ്ടും അവൻ ദൈവത്തോടു കൂടെ ആ മനുഷ്യൻ നടന്നതുകൊണ്ടും ആ മനുഷ്യനെ കാണാതായി, ഇതുവരെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുമില്ല. അതിൻ്റെ അർത്ഥം ശരീരത്തോടു കൂടി തന്നെ സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് അങ്ങനെയും പറ്റുമല്ലോ. ഹല്ലേലൂയ. ശരീരത്തെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകാൻ ദൈവത്തിന് പറ്റില്ലേ? തീർച്ചയായും പറ്റും. ഹല്ലേലൂയ. അങ്ങനെ കാണാതായ മനുഷ്യനാണ് ഹാനോക്ക്. നമുക്ക് ആ ഹാനോക്കിനെ പറ്റി ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 21-ാം വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെഥൂശലഹിനെ ജനിപ്പിച്ചു. 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. ദൈവത്തോടുകൂടെ നടക്കുന്ന മനുഷ്യനെ ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. ഹാനോക്ക് ഒറ്റയ്ക്ക് ജീവിച്ച ഒരാളല്ല. നമ്മളവിടെ വായിക്കുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്, പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ ജനിപ്പിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? കുടുംബം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ദൈവത്തോടു കൂടെ നടക്കാനായി കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവാചകനായി അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ആഡ് ചെയ്തിട്ടില്ല, ബൈബിളിലില്ല ഹാനോക്കിൻ്റെ പുസ്തകം. പക്ഷെ ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പുസ്തകമുണ്ട്. അതെവിടെ കിട്ടും? നമുക്ക് ആദ്യം ബൈബിൾ പഠിക്കാം കേട്ടോ. നിങ്ങളോട് ഞാൻ പറയത്തില്ല ഹാനോക്കിൻ്റെ പുസ്തകം കൂടി വായിച്ചു പഠിക്കാനായിട്ട്. നമ്മൾ ബൈബിൾ പോലും പഠിച്ച് തീർന്നിട്ടില്ലല്ലോ. പഠിക്കണമെന്നുള്ളവർക്ക് ഗൂഗിളിൽ അവൈലബിളാണ്, ഇൻ്റർനെറ്റിൽ. ഇവിടെ ആയിരിക്കുന്നവർക്ക് മൊബൈൽ സംവിധാനം പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ ആരോടും അത് പറയുന്നില്ല. ഓൺലൈനിൽ എന്നെ കാണുന്നവർക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാനോക്കിൻ്റെ പുസ്തകം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബുക്ക് ഓഫ് അനോക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1-2 വോളിയം അതിനുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും. അത് വായിക്കാം, അത് പഠിക്കാം. ദൈവത്തോടു കൂടെ നടന്ന് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു, കേട്ടു, പഠിച്ചു, അതെല്ലാം ആരെഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ? ഹാനോക്ക് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. സമയമുള്ളപ്പോഴെല്ലാം നിങ്ങളത് പോയി വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. നമ്മുടെ വിഷയം അതല്ല. എങ്ങനെയാണ് വ്യത്യസ്ത ഭാഷ ഉണ്ടായതെന്ന് പറഞ്ഞു തരാനായിട്ട് ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്ന് ഹാനോക്കിൻ്റെ മകനാണ് ആര്? മെഥൂശലയുടെ മകനാണ് ലാമെക്ക്. ലാമെക്കിൻ്റെ പുത്രനായിട്ടാണ് നോഹയെ നമുക്കവിടെ കാണാനായി കഴിയുന്നത്. അവിടെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ, ആദാമിന് ശേഷം മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. ഇനി എൻ്റെ ചോദ്യം, ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ? ആരാണ് മനുഷ്യരുടെ പുത്രിമാർ? എന്തുവാണ്? ഹാനോക്കിൻ്റെ മക്കളെ എന്നാണോ പറയുന്നത്? അല്ല. അറിയാന്നുള്ള ഒരു ഉത്തരം പറഞ്ഞു. പിന്നെ വേറെ ആൻസർ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും? ഞാനതിൻ്റെ ഇംഗ്ലീഷ് കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അറിയാന്നുള്ളവർക്ക് കുറേ കൂടി മനസ്സിലാവുമല്ലോ. 6. The sons of God saw the daughters of men were fair, and they took wives of all they desired and chose. എന്ന് പറഞ്ഞാൽ
താഴോട്ട് വായിക്കുമ്പോൾ താഴോട്ട് കൂടെ വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ യഹോവ, മനുഷ്യരിൽ സദാ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. എന്തുകൊണ്ടാണ് ദൈവം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ദൈവത്തിന് വിഷമം വരും പോലെ തോന്നാനായിട്ടുള്ള കാരണം? അവൻ ജഡം തന്നെയല്ലോ, അവൻ ആയുഷ്കാലം ഞാൻ എത്രയോ ആക്കാനായിട്ട് 120 ആക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ ഹാനോക്കിനെയൊക്കെ നോക്കിയാൽ 365 സംവത്സരം അവർ ജീവിച്ചതായിട്ട് കാണാം. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ മാത്രം കാരണം എന്താണ്? ആരായിരുന്നു ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ? ആരായിരുന്നു മനുഷ്യരുടെ പുത്രിമാർ? ദൈവം വിവാഹം അനുവദിച്ചിരുന്നതാണല്ലോ, അല്ലേ? മനുഷ്യരുടെ മക്കൾക്ക് പരസ്പരം വിവാഹം അനുവദിച്ചിരുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നവർ ആരാണ്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത ഒരു ബന്ധമായിരുന്നില്ലേ അത്? ഇനി ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. ഇവിടെ മനുഷ്യൻ്റെ പുത്രിമാർ ഭൂമിയിൽ പെരുകി തുടങ്ങി, അല്ലെങ്കിൽ മനുഷ്യൻ പെരുകി തുടങ്ങി. അവർ സൗന്ദര്യമുള്ളവരായിരുന്നു. അവർക്ക് മനുഷ്യനും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ല. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് മനുഷ്യരുടെ പുത്രന്മാർ അല്ല, അത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ഹല്ലേലൂയ. ആരായിരുന്നു അവർ? ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു. ഭൂമിയിൽ മനുഷ്യന് വേണ്ടി ദൈവം നിയോഗിച്ചിരുന്ന വാച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ വിഭാഗം, ഒരു ദൂത വർഗമായിരുന്നു അവർ. അവരെന്ത് ചെയ്തു? മനുഷ്യൻ്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കാണുകയും അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അവരിൽ നിന്ന് ഭാര്യമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ, അല്ലേ, മനുഷ്യരുടെ പുത്രിമാർ ദൈവം ആഗ്രഹിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് വന്നു. DNA മാറിയില്ലേ? ദൈവദൂതന്മാരെ സൃഷ്ടിച്ചതുപോലെയാണോ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്? അല്ല. ഒരിക്കലും ദൈവം അനുവദിക്കാത്ത ഒരു ബന്ധം ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. അവർ ദൂതന്മാരാവോ മനുഷ്യരാവോ? ഹൈബ്രിഡ് വെറൈറ്റി ആയി മാറും, അല്ലേ? ദൂതനുമല്ല മനുഷ്യനുമല്ല. ഇതെന്ത് സംഭവം? എന്തുകൊണ്ട് ദൈവം ജലപ്രളയത്തിൽ ഭൂമിയെ നശിപ്പിച്ചു? അത് ചോദ്യമോ? പലർക്കും ഒന്നും അറിയില്ല എന്തുകൊണ്ടാണ്. ഇതാണ് പാപം. ഒന്നാമത്തെ പാപം. ദൈവം അനുവദിക്കാത്ത ബന്ധം അവിടെ ഉണ്ടായി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ സീഡ് നിലനിൽക്കാൻ തക്കവണ്ണം അവന് ഒരു റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൊടുത്താണ്. അവൻ അങ്ങനെ ഒരു വിവാഹ ബന്ധം അവന് വേണം. ദൂതന്മാർക്കും അതേ കഴിവുണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവർക്കൊരു കുടുംബ ജീവിതം ദൈവം പറഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ നിത്യം ജീവിക്കുന്നവരല്ലേ, അവർക്ക് അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ ദൈവഹിതത്തിന് വിരോധമായി അവിടെ ഒരു ബന്ധം ഉണ്ടായി. അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ മല്ലന്മാരായിരുന്നു. ഒത്തിരി വലുപ്പം, 2-3 മനുഷ്യരുടെ ഹൈറ്റോളം വരുന്ന രാക്ഷസന്മാർ അവർക്ക് ഉണ്ടാവാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു നിങ്ങൾക്ക് താഴെ വായിച്ചാൽ അത് മനസ്സിലാവും. അക്കാലത്ത് ഭൂമിയിൽ, 4-ാമത്തെ വാക്യം, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. എങ്ങനെ വന്നു ഈ മല്ലന്മാർ? ഈ സീഡാണ്. ഏതാണ്? ദൂതന്മാരുടെ കുഞ്ഞുങ്ങൾ. മനുഷ്യ സ്ത്രീകൾക്ക് ദൂതന്മാരിൽ മക്കളുണ്ടാവാൻ തുടങ്ങി. അമാനുഷിക ശേഷിയുള്ള രാക്ഷസന്മാരെ പോലെ ഇരിക്കുന്ന അസാധാരണ ഹൈറ്റും വെയിറ്റുമുള്ള മക്കളുണ്ടാവാൻ തുടങ്ങി. ഹല്ലേലൂയ. പിന്നെ ഭൂമിയിൽ ആകെ പ്രശ്നമാവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? ഇവർക്ക് ഭക്ഷണം എത്രത്തോളം വേണം? ധാരാളം ഭക്ഷണം വേണ്ടേ ഇവർക്ക്? എത്ര കഴിക്കും? അവസാനം അവർക്ക് ഭക്ഷണം തികയാതെ വന്നപ്പോൾ മനുഷ്യരെ അവർ ഭക്ഷിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? പാപം പെരുകാൻ തുടങ്ങി. ഇവർ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങി. ജന്തുക്കളോട് പോലും അവർ പാപം ചെയ്യാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴും ആ പാപങ്ങൾ നിലവിലുണ്ട്. ജന്തുക്കളുമായി പോലും ലൈംഗിക ബന്ധത്തിൽ മനുഷ്യരും ഒക്കെ ഏർപ്പെടുന്നത് പോലെ പാപം പെരുകി. ദൈവം സൃഷ്ടിച്ച DNA മാറി, രക്തം മാറി.
മനസ്സിലാവുന്നുണ്ടോ? ദൈവം ശുദ്ധിയുള്ള രക്തമുള്ളവനായിട്ട് ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ ഇടകലർന്നപ്പോൾ രക്തം മാറിയില്ലേ? DNA മാറിയില്ലേ? ദൈവത്തിന് പിന്നെ ഇനി ഭൂമിയെ നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ അവിടെ പറ്റും? ഹല്ലേലൂയ. നമ്മൾ വായിക്കുക, അതിന് 4-ാമത്തെ വാക്യം തൊട്ട് താഴേക്ക് വായിക്കാം. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇതാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. അതായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവർ മനുഷ്യരുടെ മക്കളെടുത്ത് ചെന്നു. അവർ എന്ത് ചെയ്തു? കുടുംബജീവിതം നയിച്ചു. അവർക്ക് മക്കളുണ്ടായി. ഇവരാകുന്നു പുരാതന കാലത്തെ കീർത്തിപ്പെട്ട പുരുഷന്മാർ, രാക്ഷസന്മാർ, മല്ലന്മാർ. അതായത് മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ ജീവികൾ, അല്ലെങ്കിൽ മനുഷ്യരാണെന്ന് അവരെ പറയാൻ നമുക്ക് പറ്റാത്തതുപോലെ അവർക്ക് മക്കളുണ്ടായി, അവർക്ക് സന്തതികളുണ്ടായി. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നു. അപ്പോഴാണ് ദുഷ്ടത ഭൂമിയിൽ പെരുകിയത്. മനസ്സിലാവുന്നുണ്ടോ? അവർ വന്നതോടെ ഭൂമിയിൽ ദൈവം മനോഹരമായി സൃഷ്ടിച്ച ആദത്തെ ഏൽപ്പിച്ച ഭൂമിയിൽ ദുഷ്ടത പെരുകി. ഹല്ലേലൂയ. അതിനെല്ലാറ്റിനും മുമ്പേ പാപത്താൽ അവർ വീണു. അതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമായ കാരണമെന്ന് പറയുന്നത്. നോക്കിക്കേ, മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരം നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. മനസ്സിലായോ? ദൈവം പറയാത്തതും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുമായ കാര്യം മനുഷ്യൻ ചെയ്തു. മനുഷ്യനും ദൂതന്മാരുമായി വേണ്ടാത്ത ബന്ധത്തിൽ ഏർപ്പെട്ട് അവർക്ക് മക്കളുണ്ടായി. എന്തിനേറെ ജന്തുക്കളെ പോലും അവർ വെറുതെ വിട്ടില്ല. നിങ്ങൾ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഹാനോക്കിന്റെ പുസ്തകം പഠിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഹാനോക്കിന്റെ പുസ്തകം പഠിച്ചാലേ എന്തൊക്കെ അതിക്രമങ്ങളാണ് അവർ ഈ ഭൂമിയിൽ ചെയ്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ട് യഹോവ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് അനുതപിച്ചു. ഞാൻ ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു പോയല്ലോ. ഇന്നും ദൈവം അനുതപിക്കുന്നുണ്ട്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ? പാപം പെരുകുന്നുണ്ട്. എല്ലായിടത്തും പാപം, എല്ലായിടത്തും പാപം. ഹല്ലേലൂയ. പല പല പാപങ്ങൾ, പാപത്തിൽ മനുഷ്യൻ മൂടപ്പെടുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഇന്ന് ആ പാപത്തിന് പരിഹാരമായിട്ട് യേശുവിൻ്റെ രക്തമുള്ളത് കൊണ്ട് ആരേശുവിൽ നോക്കുന്നോ അവൻ രക്ഷപ്പെടും. അത് മാത്രമേ അതിൻ്റെ പരിഹാരമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഭാഷ എങ്ങനെ കലങ്ങി എന്നാണ് എനിക്ക് പറയേണ്ടത്. അങ്ങനെയാണ് ദൈവം ഈ ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുന്നത്. അതിൽ രക്തം മലിനപ്പെടാത്ത ഒരു കുടുംബം ഉണ്ടായിരുന്നു. ദൂതന്മാരുമായി ഒന്നും ബന്ധത്തിലേർപ്പെടാതെ രക്തം മലിനമാകാതെ സൂക്ഷിച്ച, അവരുടെ DNA കാത്തു സൂക്ഷിച്ച ഒരു കുടുംബം ഉണ്ടായിരുന്നു. അതായിരുന്നു ആരുടെ കുടുംബം? നോഹയുടെ കുടുംബം. അതുകൊണ്ടാണ് ദൈവം നോഹയെ രക്ഷിച്ചത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ബാക്കി എല്ലാ മനുഷ്യരെയും ദൈവം വിട്ടുകളഞ്ഞു എന്ന് നമുക്ക് തോന്നില്ലേ? എങ്ങനെ നോഹ നീതിവാനായി? ഇതായിരുന്നു റീസൺ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? അവർ എന്ത് ചെയ്തില്ല? ദൂതന്മാരുമായി മിക്സ് ചെയ്തില്ല. ആ DNA മിക്സ് ചെയ്തില്ല. ദൈവം സൃഷ്ടിച്ച അതേ DNA, അതേ രക്തം അവർ നിലനിർത്തി. പാപങ്ങളിലൊന്നും പോയി അവർ അകപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ദൈവം നോഹയെ എന്ത് ചെയ്തു? വിളിച്ചു. നോഹയുടെ മക്കളെ, നോഹയുടെ ഭാര്യയെ, അവരുടെ ഭാര്യമാരെ, ഇത്രയും പേരെയായിരുന്നു ദൈവം ജലപ്രളയത്തിന് ശേഷം രക്ഷിച്ചത്. ഇത് നിങ്ങൾ അറിയണം. ഇനി നമ്മൾ വരുന്നത് ജലപ്രളയത്തിന് ശേഷം എല്ലാവരും നശിച്ച ശേഷം വീണ്ടും നമ്മൾ ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വീണ്ടും കാണാൻ പോവുകയാണ്. അവിടെയാണ് വ്യത്യസ്ത ഭാഷയായത് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഹല്ലേലൂയ. 11-ാം അധ്യായം എടുത്ത് എല്ലാവരും ഉൽപ്പത്തി 11-ാം അധ്യായം. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. ഈ ജലപ്രളയത്തിന് ശേഷം കർത്താവ് നോഹയോട് പറഞ്ഞു, നീ വർദ്ധിച്ച് ഭൂമിയിൽ പെരുകുക. അങ്ങനെ അവർ വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയായിരുന്നു.
ഹല്ലേലൂയ. ഒരേ ഭാഷ, ഒരേ വാക്ക്. ഹല്ലേലൂയ. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്തു ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ച് വരുവിൻ, നാം ഭൂതലത്തിലൊക്കെ ചിതറിപ്പോകാതിരിപ്പാൻ നാം ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യരെല്ലാം കൂടി ഒരു കാര്യം, എന്ത് കാര്യം തീരുമാനിച്ചു? നമ്മൾ ഇനി ചെതറിപ്പോകരുത്. എന്ത് ചെയ്യരുത്? ചെതറിപ്പോകരുത്. വെള്ളപ്പൊക്കം വന്നാലും എന്തെല്ലാം ആയാലും നമ്മൾ എന്ത് ചെയ്യരുത്? ആകാശം വലിപ്പമുള്ളൊരു ഗോപുരം അങ്ങ് ഉണ്ടാക്കാം. എന്ത് ചെയ്യാന്ന്? ആകാശം മുട്ട വലിപ്പമുള്ള ഒരു ഗോപുരം ഉണ്ടാക്കുക. എന്നിട്ട് നമുക്കൊരു പേരും ഉണ്ടാക്കുക. ഇതിനകത്ത് ദൈവം എവിടെയാണ്? ഇല്ലല്ലേ? ഹല്ലേലൂയ. ബൈബിൾ പഠിതാക്കൾ പറയുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷവും സകലത് നശിപ്പിച്ച ശേഷവും വീണ്ടും മല്ലന്മാർ ജനിച്ചിരുന്നു. ഹല്ലേലൂയ. അക്കാലത്ത് നിമ്രോദ് എന്ന് പറയുന്ന ഒരു നായാട്ട് വീരനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ ആ സന്തതി പരമ്പരയ്ക്കകത്ത് വീണ്ടും വീണുപോയ ദൂതന്മാർ, അപ്പോൾ ഈ ദൈവത്തിൻ്റെ മക്കളുമായി ഇടപഴകിയ ദൂതന്മാരെല്ലാം ദൈവം ശിക്ഷിച്ചു. അവരെല്ലാം അന്ധകാരത്തിൻ്റെ ചങ്ങലയിലാക്കി ദൈവമാക്കി. ഹല്ലേലൂയ. എന്നാൽ ഇവർക്ക് ജനിച്ച മക്കൾ ജലപ്രളയത്തിൽ നശിച്ചല്ലേ? അവരുടെ ആത്മാക്കൾ എവിടെയാണ്? സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കർത്താവിന് പറ്റില്ല, ദൈവത്തിന് അല്ലേ? നരകത്തെ ഇടാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ ഇവരുടെ ആത്മാക്കളൊക്കെ എവിടെ ഉണ്ട്? ഇപ്പോൾ ഭൂമിയിൽ തന്നെ ഉണ്ട്. അവരെയാണ് നമ്മൾ ഈവിൾ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് ആൾക്കാർ, ഈ സാധനങ്ങളാണ്. ഹല്ലേലൂയ. അപ്പം അവരെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് അന്ത്യകാല ന്യായവിധിയിൽ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുവരെ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എന്തുണ്ട്? ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. അവരാണ് ദുരാത്മാക്കളായി ഭൂമിയിൽ ഒരു ശരീരം അന്വേഷിച്ച് നടക്കുന്നത്. കാരണം അവർക്കിന്ന് ശരീരമില്ലല്ലോ. ഏതെങ്കിലും ശരീരത്തിൽ കയറിയിരുന്ന് വേണം അവരുടെ ജോലി ചെയ്യാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പോൾ ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു? ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായവും ഉപയോഗിച്ച് വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാം, നമുക്കൊരു പേരും ഉണ്ടാക്കാം. ഇതിനകത്ത് ദൈവം ഇല്ല. ദൈവത്തെ തള്ളിക്കൊണ്ട് അവരൊരു പട്ടണ പണി അങ്ങ് ആരംഭിക്കുക, ഒരു ഗോപുരത്തിൻ്റെ പണി. ഹല്ലേലൂയ. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കൊരു പേരുണ്ടാക്കുക എന്നവർ പറഞ്ഞു. മനുഷ്യൻ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷയെ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഒരേ ഭാഷയാണ്, അവർക്കെല്ലാം ഒരേ വാക്കാണ്. അപ്പോൾ അവർ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യം അവർക്ക് അസാധ്യമാകുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് അസൂയ വന്നു. അങ്ങനെയാണോ ഇറങ്ങി കലക്കിയത്? അങ്ങനെയല്ലേ വായിക്കുമ്പോൾ തോന്നുന്നത്? അങ്ങനെയല്ലേ തോന്നുന്നത്? നമുക്ക് അങ്ങനെയല്ലേ വായിക്കുമ്പോൾ തോന്നും. അപ്പോൾ ദൈവം അസൂയപ്പെട്ടു, ആഹാ ഇവരിങ്ങനെ ചെയ്യണം, അതുകൊണ്ട് ഞാൻ പോയി എല്ലാം അങ്ങ് കലക്കാം, ഒരാകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുമെന്ന് ഉറപ്പായി. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ടെക്നോളജി പുരോഗമിച്ച ഈ രാജ്യത്ത് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നിട്ട് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം മനുഷ്യനെ കൊണ്ട് പണിയാൻ പറ്റിയിട്ടുണ്ട്? ഒരു ടെക്നോളജി ഇല്ലായിരുന്ന കാലത്ത് പശ മണ്ണ് ഇഷ്ടികയും കൊണ്ട് മനുഷ്യൻ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാൻ സാധിക്കുമെന്ന് ദൈവം പറയുന്നെങ്കിൽ അതിനകത്ത് എന്തോ വേറൊരു ട്വിസ്റ്റില്ലേ? നിങ്ങളത് ചിന്തിച്ചോ? നമുക്കതൊന്നും ചിന്തിക്കാൻ പിന്നെ സമയമില്ല. ചിന്തിച്ചോ കേട്ടപ്പോൾ? അവിടാണ് വീണ്ടും വീണുപോയ ദൂതന്മാർ, അല്ലെങ്കിൽ പൈശാചിക ലോകം അല്ലേ, ഇവരെ സപ്പോർട്ട് ചെയ്തു. ആകാശത്തോളം പൊക്കമുള്ള ഒരു ഗോപുരം ഉണ്ടാക്കാൻ ആകാശത്തിലെ ശക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഇവരിത് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു മനുഷ്യനെ കൊണ്ടും അത് പറ്റാത്ത കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ അവരുടെ സഹായം ഉണ്ടായിരുന്നു. അവർ പണിത ബാബേൽ ഗോപുരത്തിൽ
നക്ഷത്ര സമൂഹങ്ങളെ ആകർഷിക്കുന്ന സിംബൽസ് വെച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പലതരം സിംബൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം ഇവിടെ ഒരു മോണിറ്റർ ഉണ്ടായാൽ നമുക്കത് കാണിക്കാം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കാണിക്കണമെന്നുണ്ട്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു TV സ്ക്രീൻ പോലെ ഒന്ന് വേണം, ലാപ്ടോപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് കാണിക്കാനായിട്ട്. അങ്ങനെ ആയെങ്കിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കും അതിനു വേണ്ടി? നിങ്ങൾ ഓരോരോ നാളുകളും നക്ഷത്ര സമൂഹങ്ങളും ഒക്കെ പറയുമ്പോൾ ഓരോരോ സിമ്പൽ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തേളിൻ്റെ ഒരു ചിഹ്നം പോലെ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്? ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പേര് പറയാമോ? ആർക്കെങ്കിലും അറിയാമോ? സ്കോർപ്പിയോ, അത് തന്നെ. വേറെ? ഫിബ്രോയോ? പിന്നെ എന്തോ ലയണസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലിയോ? കുറേ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒത്തിരി നക്ഷത്ര സമൂഹങ്ങൾ ഇതിനെയൊക്കെ ആകർഷിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങളിലിരിക്കുന്ന ശക്തികളുമായി കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് ആ ശക്തികളുടെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്തത്? ദൈവത്തെ കളഞ്ഞിട്ട് ഇവർ ഈ ഗോപുരം പണി തുടങ്ങിയത്. അതുകൊണ്ടാണ് ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷയെ കലക്കിയത്. ഹല്ലേലൂയ. അപ്പോൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാവും. എന്നാൽ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് അറിയണമെങ്കിലും നമ്മൾ ഈ ഹാനോക്കിൻ്റെ പുസ്തകം ഒക്കെ പഠിച്ചാലേ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് അതിനെ ദൈവം ഇല്ലായ്മ ചെയ്തതെന്ന് നമ്മൾ അറിയണമെങ്കിൽ. ഹല്ലേലൂയ. അവർ ദൈവത്തോട് സഖ്യത ചേർന്നാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിന് അത് കളയേണ്ട ആവശ്യമില്ല, അല്ലേ? എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പക്ഷേ പൈശാചിക ലോകവുമായി സഖ്യത ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ വെറുത്തുകൊണ്ടുമാണ്, ആത്മാവിൻ്റെ ഒരു പങ്കാളിത്തവും ഇല്ലാതെയാണ് അവർ സ്വന്തമായി ഒരു പേരുണ്ടാക്കാൻ എന്ത് ചെയ്തത്? ബാബേൽ ഗോപുരം പണിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? അവർ ഭാഷയെ കലക്കിയത്. എടാ ഇഷ്ടിക എടുത്തോണ്ട് വാടാ എന്ന് പറയുമ്പോൾ ഒരാൾ ഇഷ്ടിക എടുത്തോണ്ട് വരണം, അല്ലേ? അപ്പോൾ അയാളോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഹംശ ഇങ്ങനെ ആയി പോവുക. ഭാഷ വേറെ. അവനൊന്നും മനസ്സിലാവില്ല, എന്തുവാടാ നീ പറയുന്നത്. അപ്പോൾ അവൻ പറയുന്നത് വേറൊരു ഭാഷ. പോയില്ലേ? പശമണ്ണ് എടുത്തോണ്ട് വാ എന്ന് പറയേണ്ടതിന് ഇവന് പറയാൻ പറ്റില്ല. ഇവൻ്റെ ഭാഷ മാറിപ്പോയി. അവൻ പറയുന്ന വേറെ ഭാഷ. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാം തമ്മിൽ കലങ്ങി പിരിഞ്ഞു. ഹല്ലേലൂയ. വേറെ ഓരോ ഭാഷ സംസാരിക്കുന്നവർ ഓരോ കൂട്ടമായി അങ്ങ് മാറി മൊത്തത്തിൽ കൊളായി. ഹല്ലേലൂയ. അവിടെയാണ് ഈ ഭാഷ പിരിയപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഭാഷ ഒന്നിച്ചത് എവിടെയാണ്? പെന്തക്കോസ്ത് നാളിൽ. ഹല്ലേലൂയ. ദൈവം അതിനെ മടക്കി കൊണ്ടുപോയി. സ്തോത്രം. എല്ലാവരെയും ദൈവം ഒന്നിപ്പിച്ചു. എൻ്റെ വായിൽ നിന്ന് എത്ര ഭാഷ വരുന്നു, അല്ലേ? നിങ്ങളുടെ വായിൽ നിന്ന് എത്ര ഭാഷ വരുന്നു? സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അതിൻ്റെ എല്ലാം ഒന്നിപ്പാണ് ആ പെന്തക്കോസ്ത് നാളിൽ അവിടെ സംബന്ധിച്ച്. എന്തിനു വേണ്ടിയാണ്? ബാബേൽ ഗോപുരം പണിയാനല്ല, ദൈവരാജ്യം പണിയാൻ. ഹല്ലേലൂയ. ഭാഷകളെ ദൈവം അവിടെ ഒന്നിപ്പിച്ചു. ഹല്ലേലൂയ. താഴേക്ക് അത്രയും വായിച്ചിട്ട് ഞാൻ നിർത്തുവാണ്. താഴേക്ക് വരാം. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുക, നമുക്കൊരു പേരുമുണ്ടാക്കുക എന്നവർ പറഞ്ഞു. മനുഷ്യൻ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്ക് എല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർക്ക് ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയുകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഭാഷ കലക്കി കളഞ്ഞതുകൊണ്ടാണ് അതിന് ബാബേൽ എന്ന പേർ വന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ ഭാഷയെല്ലാം ദൈവം ഒന്നിപ്പിച്ചത് പെന്തക്കോസ്ത് നാളിലായിരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ 120 പേർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നത്.
ഇതിനിടയ്ക്ക് ഞാൻ ഇവിടെ വായിച്ചപ്പോൾ 120 എന്നുള്ള ഒരു സംഖ്യ വായിച്ചിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ഇപ്പോൾ ഞാൻ വായിച്ച കൂട്ടത്തിൽ 120 എന്നുള്ള ഒരു സംഖ്യ ഞാൻ വായിച്ചു. എവിടെയാണ് ഞാൻ കേട്ടുകൂടാ? പറഞ്ഞോ പ്രായം. ചുരുക്കി. അതില്ല, ഇപ്പം ഞാൻ വായിച്ചു. അതെവിടെയാണെന്ന് പറയാമോ എന്നാ ഞാൻ ചോദിച്ചത്. 36 അധ്യായം എടുത്തോ, കണ്ടുപിടിച്ച് വായിച്ചാൽ മതി. 36 കണ്ടുപിടിച്ചവർ വായിച്ചു. 36:3. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ 120 വരെ മനുഷ്യൻ ജീവിച്ചാൽ മതിയെന്ന് പാപത്തിൻ്റെ പ്രസരണം കൊണ്ടാണ് ദൈവം തീരുമാനിച്ചത്. എന്ത് പാപമായിരുന്നു? ദൈവം ആഗ്രഹിക്കാത്ത ജീവിതത്തിലേക്ക് മനുഷ്യൻ വന്നു. ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കുടുംബങ്ങൾ അവർക്കുണ്ടായി, മക്കളുണ്ടായി, മനുഷ്യൻ ജന്തുക്കളോട് വരെ പാപം ചെയ്തു തുടങ്ങി. ഇതെല്ലാം കൂടിയാണ് ദൈവത്തിന് അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ 120 പേർ വീണ്ടും ആ സംഖ്യ വരുവാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ എവിടെയെങ്കിലും 120 കണ്ട അപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യണം. 120 പേർ കൂടിയിരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് സദാസമയം വാദിക്കയില്ലെന്ന് പറഞ്ഞ അതേ ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ എന്നേക്കുമായി ജീവിപ്പിച്ചു, മരണമില്ലാത്തവരായി നമ്മളെ മാറ്റി. എന്താ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. മുമ്പേ എങ്ങനെ ആയിരുന്നു അത് കലങ്ങിപ്പോയതെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഭാഷയെ ഒന്നിപ്പിച്ചതിന് മുമ്പ് ഭാഷ കലങ്ങിയത് എവിടെയെന്ന് നമ്മൾ അറിയണ്ടേ? ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കൊരു വലിയ അറിവാണോ? ആണ് എന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ. അന്ന് അവിടെ അനേക ഭാഷയിലുള്ളവർ ഒന്നിച്ചു ചേരുകയായിരുന്നു. ശരിയല്ലേ? അനേക ഭാഷക്കാരാണ് പെന്തക്കോസ്ത് നാളിൽ അന്ന് അവിടെ കൂടി വന്നത്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കാണാത്തവരൊന്ന് പോയി കാണുക കേട്ടോ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. ഈ ശിഷ്യന്മാർ സംസാരിച്ച ഭാഷ അവരുടെ ഭാഷകളായിരുന്നു. അങ്ങനെ അനേകർ അവിടെ കൂടിച്ചേർന്ന് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവർ ദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാനായി ഇടയായി തീർന്നു. ഹല്ലേലൂയ. മനുഷ്യരുടെ പാപം മൂലം മനുഷ്യരിൽ നിന്ന് അകന്നു നിന്ന ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരിലേക്ക് വീണ്ടും ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി. ഹല്ലേലൂയ. കർത്താവായ യേശു ചെയ്ത കാൽവരിയിലെ ആ യാഗത്തിലൂടെ നമുക്കത് വീണ്ടും സാധ്യമായി ലഭിച്ചെങ്കിൽ ഇനി നമ്മൾ പണിയേണ്ടത് ദൈവരാജ്യമായിരിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവമാ ഭാഷയെല്ലാം ഒന്നിപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്നുള്ള ദാനം നമുക്ക് നൽകി തന്നു. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാവ് എഴുതിയ ലേഖനം, യെശയ്യാവ് എഴുതിയ പ്രവചന പുസ്തകത്തിൽ 30:1 വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും. അപ്പോൾ ദൈവത്തെ കൂടാതെ നമ്മൾ എന്തെങ്കിലും ആലോചന കഴിക്കുകയും തീരുമാനിക്കുകയും ചെയ്താൽ അത് പാപമാണെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിയാനായി സാധിക്കുന്നു, അല്ലേ? ഹല്ലേലൂയ. അല്ലാതെ ഒരു മനുഷ്യന് അറിയാൻ പറ്റുമോ എന്താ ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന്? ഒരിക്കലും സാധ്യമല്ല. നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിയാനും ആഗ്രഹങ്ങൾ അറിയാനും ദൈവഹിതപ്രകാരം എന്ന് തീരുമാനമെടുക്കാനും കഴിയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരു മനുഷ്യനും കഴിയത്തില്ല. സ്വന്തം ഹൃദയ വിചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമില്ല. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കേണ്ടത്, കർത്താവേ, എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എൻ്റെ ഒരു രാജ്യം കെട്ടിപ്പടുത്ത് എല്ലാം കൂടി ചെതറിപ്പോകാനല്ല. നമ്മുടെ ജീവിതം നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ രാജ്യമാണ് കെട്ടിപ്പടുത്തുകൊണ്ട് വരുന്നെങ്കിൽ എവിടെയെങ്കിലും അത് വീഴും. എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് പഠിച്ചത്. നമ്മുടെ ഇഷ്ടങ്ങളാണ് ചെയ്ത് കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്നെങ്കിൽ ബാബേൽ ഗോപുരം പോലെ അത് എവിടെയെങ്കിലും അങ്ങ് തകർന്നു പോകാനായിട്ടിടയാവും.
എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മുടെ ജീവിതം ബിൽഡ് ചെയ്ത് വരുന്നതെങ്കിൽ അത് നിലനിൽക്കും. നമ്മുടെ ജീവിതമായിക്കോട്ടെ, നമ്മുടെ സാമ്പത്തികമായിക്കോട്ടെ, നമ്മുടെ ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഹല്ലേലൂയ, എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ കെട്ടിപ്പടുത്ത് മുന്നോട്ട് വരുന്നതെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഹല്ലേലൂയ, അത് നിലനിൽക്കും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ജീവിതം ബാബേൽ പോലെയായി തീരരുത്. ദൈവഹിതമല്ലാത്ത ഒരു കെട്ടലാവരുത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള ബിൽഡിംഗ് ആവണം. ഹല്ലേലൂയ, നമ്മളത് ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. പെന്തക്കോസ്ത് നാളിൽ എങ്ങനെയാണ് കലങ്ങിയ ഭാഷ ദൈവം ഒന്നിപ്പിച്ചത്, അത് മാത്രമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തന്ന വചനത്തിനായി നന്ദി. അപ്പം എങ്ങനെയാണ് ഭാഷ കലങ്ങിയതെന്നും അത് കർത്താവ് പെന്തക്കോസ്ത് നാളിൽ എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി ഒന്നിപ്പിച്ചുവെന്നും ഞങ്ങൾക്കിന്ന് പഠിക്കുവാനായി പരിശുദ്ധാത്മാവ് സഹായിച്ചുവല്ലോ. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളെയും ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരെ തരുന്നപ്പാ, ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായി ഓരോരുത്തരും മാറണം. കർത്താവെ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം ചെയ്യാനല്ലപ്പാ, ദൈവത്തിൻ്റെ പദ്ധതി ഇന്നതെന്നറിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ പദ്ധതിക്കകത്തേക്ക് ഓരോരുത്തരും കടന്നു വരട്ടെ. എല്ലാ ദുരാത്മശക്തികളെയും ഈ നാളുകളിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ദൈവഹിതം ചെയ്യുവാൻ ഓരോ മക്കളെയും ദൈവം ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഓ റബൽ ഹദ് ബനാ ഹലം സമനാ റഹൻ ധരേ റിബനാ റീഖൽ ധരേ. യേശുവിൻ്റെ നാമത്തിൽ ആ പെന്തക്കോസ്തിൻ്റെ ശക്തി എല്ലാവരിലേക്കും ഇറങ്ങി വരണം. എല്ലാവരും ആ പെന്തക്കോസ്ത് അനുഭവമുള്ളവരായി എഴുന്നേൽക്കട്ടെ കർത്താവേ. എല്ലാവരും ദൈവത്തിൻ്റെ വേലക്കാരായി എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഓരോ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ അത്ഭുതകരം ഓരോരുത്തരുടെ മേലും ഇരിക്കണം. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കാണുന്നവരേക്കും ദൈവത്തിൻ്റെ കൃപയും കാവലും പരിശുദ്ധാത്മാവിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യവും അവരോട് എല്ലാവരോടും കൂടെ ഇരിക്കണം. കർത്താവ്, എല്ലാവരും ഈ വചനം കേൾക്കുന്നവരെല്ലാവരും വചനമാകുന്ന വിത്ത് വീണ് 100 മേനി ഫലം കായ്ക്കുന്നവരായി എഴുന്നേൽക്കണം. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ കാണുന്നവരേക്കും ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. you